ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇലയട ഉണ്ടാക്കണ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കണ നൂൽപ്പിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കണ പൊടിയാണ്. നല്ല നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാൻ. പിന്നെ 1.5 മുറി തേങ്ങ ചിരകിയത്, പിന്നെ ഒരച്ച് ശർക്കര, പിന്നെ ആവശ്യത്തിന് വെള്ളം. എന്നിട്ട് നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതൊന്ന് വാട്ടിയിട്ട് എടുക്കണം അരിപ്പൊടി. നമുക്കത് ചെയ്യാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് കത്തിക്കണേക്ക് മുന്നേ ഈ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ടെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ അതിൽ ഒട്ടി പിടിക്കില്ല. അപ്പോൾ അതിൽ അരിപ്പൊടി ഇട്ടെടുത്തിട്ട് നമുക്കിനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കട്ടയില്ലാണ്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഇവിടെ പച്ചവെള്ളമാണ് എടുത്തെടുക്കുന്നത്, ചൂടുവെള്ളമല്ല. നമ്മളിത് വാട്ടണതല്ലേ, അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കുഴക്കുകയൊന്നും വേണ്ട. ചൂടുള്ള മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ഇളക്കുമ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ കുഴക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇനി. അപ്പോൾ മാവ് നമ്മൾ കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കാം. മാവ് ഞാൻ കട്ടയില്ലാണ്ട് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ടുകൊടുക്കാം. ഞാൻ ഒരു നുള്ള് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊടിയൊക്കെ നല്ലപോലെ കട്ടയില്ലാണ്ട് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ല വെച്ചെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക.
കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പൊടി വാട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ഇളക്കൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ കട്ട കെട്ടിയ പോലെയാവും. നമ്മൾ നല്ലതായി ഇളക്കി കൊടുക്കണം. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ നോക്കുക. അപ്പോൾ അതിൽ ഇളക്കി കൊടുക്കുമ്പോൾ അടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല, അടി പിടിക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലപോലെ പൊടി വാട്ടിയെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ പൊടി വാടി വരുന്നുണ്ട്. അപ്പോൾ പൊടി വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. പൊടി ഞാനിങ്ങനെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ശർക്കര ഒന്ന് ഉരുകി വരട്ടെ.
ഇത് നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ഇങ്ങനെ അട ഉണ്ടാക്കാം. തേങ്ങയുടെ കൂടെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടെടുത്തിട്ട് അന്ന് ഇളക്കി കൊടുത്തിട്ട് ആ മിക്സിലും ഇങ്ങനെ മിക്സ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് ചെയ്യണ പോലെ ശർക്കര ഉരുക്കിയിട്ട് അതിൽ തേങ്ങ ഇട്ട് ഇളക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പം അത് ശർക്കര ഒക്കെ ഉരുകി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ടതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം. നമുക്ക് ഏലക്കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. നല്ല ജീരകം വേണമെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയുടെ ഒപ്പം ഇളക്കി എടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഇപ്പോൾ നുള്ളിൽ തേങ്ങയിൽ ഏലക്കായുടെ പൊടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ മറന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നല്ല ജീരകപ്പൊടിയോ ഏലക്കായപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പോൾ നല്ല ഏലക്കായ മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ അടയ്ക്ക് പരത്തിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അട വേവിച്ചെടുക്കാനുള്ള പാത്രം, കുറച്ച് വെള്ളം വെച്ചിട്ട് ആവി കയറ്റാനുള്ള പാത്രം വെള്ളം വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അതിൻ്റെ ഇടയിൽ വേണം നമ്മൾ അട പരത്തി കൊടുക്കുക. അപ്പോൾ അട പരത്തിയതിൻ്റെ ഉള്ളിൽ വെള്ളം ചൂടായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് അരിപ്പ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കത്തിച്ച് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതാക്കി ഇട്ട് കൊടുക്കുക. തീ എന്നിട്ട് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. നമുക്ക് മാവ് ഇപ്പോൾ 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തുറന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടിയെടുക്കണിക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇത്ര കുഴച്ചാൽ മതി. നല്ല കുഴക്കൊന്നും വേണ്ട. എല്ലായിടത്തേക്കും ഒന്ന് വെള്ളം എല്ലായിടത്തും പൊടിയൊന്നും നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വെള്ളമാവാത്തടത്തേക്കൊന്ന് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഴച്ച് വെക്കുന്നത്. ഇനി നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇല എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് ഇല. നമുക്കത് പരത്തി കൊടുത്തു കൊടുക്കാം. കനം കുറച്ചിട്ട് വേണം പരത്താൻ. നമ്മൾ കൈ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ട് പരത്തണതാവും നല്ലത്. അല്ലെങ്കിൽ കയ്യുമ്പോൾ ഒട്ടി പിടിക്കും. നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം.
അപ്പം അതാ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങയുടെ മിക്സ് കുറച്ച് വെച്ചെടുക്കാം. എന്നിട്ടിത് മടക്കി കൊടുക്കാം. നന്നായിട്ട് അരികൊക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ തേങ്ങയുടെ ഫില്ലിങ് പുറത്തേക്ക് വരും. അരിയൊക്കെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. മാവ് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടപ്പത് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ് വെച്ചെടുക്കാം. ഇനി അടച്ചു വയ്ക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അട കൂടി ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് കാണിച്ചു തരാം. അത് അട ഉണ്ടാക്കിയതൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. എന്നിട്ട് കാണിച്ചു തരാം. അട വെന്തതിന് ശേഷം കാണിച്ചു തരാം. ഇതാ അപ്പം നമ്മുടെ അടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ആവിയിൽ വെച്ച് വേവിച്ച് നല്ല അടയിട്ട് വന്നിട്ടുണ്ട്. അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അടയാണ്. ഇത് എത്ര നേരം ഇരുന്നാലും ഈ സോഫ്റ്റ് പോലെ തന്നെ ഉണ്ടാവുമ്പോൾ വാട്ടിയിട്ട് ഉണ്ടാക്കിയ കാരണം. അപ്പോൾ നമ്മൾ പിന്നെ പൊടി വാട്ടിയിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വൈകുന്നേരം വരെ ആയാലും ഇങ്ങനെ സോഫ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണിത് ചായയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക ഇതുപോലെ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിച്ചെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.